ആരെങ്കിലും നമ്മുടെ കൂടെ നിന്ന് പിന്തുണയ്ക്കാനുണ്ടാകുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഏറ്റവും വലിയ സത്യം ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഒരു വയോധികൻ എല്ലാ ദിവസവും ഒരേ വഴിയിലൂടെ നടക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അയാൾക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത്ര ക്ഷീണം അനുഭവപ്പെട്ടു. അപ്പോൾ അയാളുടെ മകൻ അടുത്തു വന്ന് പറഞ്ഞു, "അച്ഛാ, ഇനി ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിക്കേണ്ട, എൻ്റെ തോളിൽ കയറൂ, ബാക്കി വഴി ഞാൻ കൊണ്ടുപോകാം." ആ വാക്കുകൾ കേട്ടപ്പോൾ ആ വയോധികൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അയാൾക്ക് വേണ്ടിയിരുന്നത് ശക്തിയല്ലായിരുന്നു, തന്നെ ചുമക്കാൻ ഒരാളുണ്ടെന്ന ഉറപ്പായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുപോലെ തന്നെയാണ്. പ്രശ്നങ്ങളുടെ ഭാരം തോളിലേറ്റി മുന്നോട്ട് പോകുമ്പോൾ ഇനി എങ്ങും എത്താനാവില്ലെന്ന് തോന്നും. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്തം നമ്മൾ ഓർക്കണം. "നിന്റെ വാർദ്ധക്യം വരെയും ഞാൻ അതേപോലെ ഇരിക്കും, നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും." പലപ്പോഴും നമ്മൾ ദൈവത്തെ വിശ്വസിക്കാതെ പോകുന്നു. ദൈവം ഇങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടും നമ്മൾ അത് മറന്ന് സ്വന്തം കഴിവിലും ശക്തിയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അവസാനം തളർന്ന് എങ്ങും എത്താതെ അവശരായി തീരുകയും ചെയ്യും. ദൈവം നിന്നോട് പറയുന്നത് നീ എല്ലാം ഒറ്റയ്ക്ക് ചുമക്കണമെന്നല്ല, മറിച്ച് നീ ക്ഷീണിച്ചാൽ ഞാൻ നിന്നെ ചുമക്കാം എന്നാണ്. അതുകൊണ്ട് ഇന്ന് നിന്റെ ഭാരം ദൈവത്തിനെ ഏൽപ്പിക്കൂ. നിന്നെ സൃഷ്ടിച്ചവന് നിന്നെ ചുമക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവിടുന്ന് നൽകിയ വാഗ്ദത്തം ഇന്നും അതേപോലെ നിലനിൽക്കുന്നു. നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും. അതുകൊണ്ട് ഇന്ന് നിന്റെ ഭാരം ദൈവത്തിൻ്റെ കൈകളിൽ വെച്ചു കൊടുക്കുക. നീ തളർന്നാലും അവൻ തളരില്ല, നീ വഴി തെറ്റിയാലും അവൻ നിന്നെ കൈവിടില്ല. നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നുന്ന നിമിഷത്തിലും നിന്നെ ചുമന്ന് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്നൊരു ദൈവം നിനക്കുണ്ട്. നിന്റെ ശക്തി തീരുന്നിടത്താണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഭയപ്പെടാതെ, തളരാതെ, വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിന്നെ ചുമക്കുന്ന ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല.